ഹലോ, വെൽക്കം. വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം. ഇപ്പോൾ നേരത്തെ ഗിഫ്റ്റ് ലൈവിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ലൈവിൻ്റെ നമ്മൾ ടൈം പറഞ്ഞു, ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആഴ്ചയിൽ 2 ലൈവ് ഉണ്ടാവില്ല, 2 ദിവസം, ഫ്രൈഡേയും സൺഡേയും. ബാക്കിയുള്ള ദിവസങ്ങളുണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം എന്ന് പറയുന്നത് 10 മണിക്കാണ്, അരമണിക്കൂറാണ്, 30 മിനിറ്റാണ്. പിന്നെ അതിൻ്റെ ഉടനെ തന്നെ റിസൾട്ട് ലൈവ് ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 15 മിനിറ്റാണ്. അപ്പോൾ ഇനി പോയിൻ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കുറേ പോയിൻ്റുകൾ കാണാം ഓരോ ലൈവിൻ്റെതും. ഒന്നത്തെ ലൈവിൽ ഓരോരുത്തർക്ക് കിട്ടിയ പോയിൻ്റുകൾ 6.9, 6.8, 6.4, 5.3, 6.1 ഇങ്ങനെയൊക്കെ താഴോട്ടേക്ക് ഇങ്ങനെ കാണാം. അതിനോട് ഈ സൈഡിലേക്ക് നോക്കിയാലും കുറേ പോയിൻ്റുകൾ ഇട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോയിൻ്റാണ് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ കുഞ്ഞോൾക്ക് രണ്ടാമത്തെ ലൈവിൽ 10 പോയിൻ്റ്, ഇത് കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ടാണ്. ഫസ്റ്റത്തേൽ 6.39 കിട്ടിയത്. അപ്പോൾ അത് മാറുന്നത്, ആ പോയിൻ്റ് മാറുന്ന ഞാൻ ലിസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ഇതുണ്ടല്ലോ, ഈ ഗ്രീൻ കളറിലൊരു നമ്പർ പോയിൻ്റ് കാണാം. 1 മാറിയതെങ്കിൽ നിങ്ങളിപ്പോൾ 155 പറഞ്ഞത്, പക്ഷെ വന്നത് 156. അപ്പോൾ 1 ഡിഫറൻറ്റ് വന്നത്, 1 വ്യത്യാസം വന്നു. അപ്പോൾ 9.8 കിട്ടും. ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോന്നിൻ്റെ. 2 ആണെങ്കിൽ 9.6, അങ്ങനെ താഴോട്ട്. 10 ആണെങ്കിൽ 8, 10 ആണെങ്കിൽ ഡിഫറൻ്റ് ആയത്. 156 നിങ്ങൾ പറഞ്ഞത് 156 നിങ്ങൾ പറഞ്ഞത്, വന്നത് 166. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് 160-നേക്കാട്ടിൽ 10 കൂടുതലാണെങ്കിലും അവിടെ 10 വ്യത്യാസം വരുന്നത്. അപ്പോൾ 8 പോയിൻ്റാണ് അതിന് കിട്ടുക. അതിനനുസരിച്ചിട്ട് ആ കൂടുമ്പോലെ പോയിൻ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് പോകും. നിങ്ങൾ എത്ര വ്യത്യാസമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് പോയിൻ്റിങ് ഇങ്ങനെ കുറയുന്നത്. അതതിൻ്റെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇനി താഴോട്ട് കുറയുണ്ട്. ഇപ്പോൾ 4.2 വരെ ഉണ്ട്. 1 മുതൽ 10 വരെ പോയിൻ്റ് കുറയുന്നത് 0.22 പോലെ ആയിട്ടാണ്. 2, 4, 6, 8 അങ്ങനെയാണ് കുറയുന്നത്. 10 വരെ. അത് 10 കഴിഞ്ഞ് മേലോട്ട് പോകുമ്പോഴേക്ക് 1, 2, 3, 4 ആണ്. 0.1, 0.2, 0.3 അങ്ങനെയായിട്ടാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അതാണ് അതിൽ പോയിൻ്റുകൾ കിട്ടുന്നത് ഞാൻ പറഞ്ഞത്. അതിന് പുറമെ വേറൊരു കാര്യം, ഇവിടെ ഇപ്പോൾ ഗ്രീന് കാണാം, അത് യെല്ലോ കാണുന്നത്. യെല്ലോൻ്റെ ഞാൻ പറഞ്ഞുതരാം. അത് എക്സ്ട്രാ പോയിൻ്റ് കിട്ടിയ ആളുകൾക്കാണ് അവിടെ യെല്ലോ ഇത് കളറ് കൊടുക്കുന്നത്. ഇവിടെ സഫിയ എന്നുള്ള 7ാം സ്ഥാനത്ത് നിൽക്കുന്ന, 9ാം സ്ഥാനത്തുള്ള സഫിയക്ക് അവിടെ ഒരു യെല്ലോ കളർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ലൈവിലായിരുന്നു കൊടുത്തത്. ഇപ്പോഴത്തെ ലൈവിൽ അവർ സ്ഥാനം 9ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലൈവിലൊന്നും ലഭിച്ചിട്ടില്ല. ഇത് കൂടുതലോ കുറവോ ഒന്നുമില്ല, അതേ ഇത് ലെവലിൽ പോകുന്നുണ്ട്. അതായത് ഇത് ഒന്നും കൂടുതലില്ലാണ്ട് പോകുന്നുണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഗ്രീന് കാണിക്കുന്നത് ഒരു ലൈവിൽ നിങ്ങൾ മുന്നോട്ട് കയറുകയാണ്. ഇപ്പോൾ 8 നിങ്ങൾ 7ലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ കാണാം 6 നിന്ന് 8ലേക്ക് ഷീജ പോയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ 6 നിന്ന് 8ലേക്കാണ് പോയത്. കണ്ടോ? 8 നിന്ന് 7ലേക്കാണ് ഷീജ പോയത് മുമ്പത്തെ ലൈവിൽ. അതായത് കഴിഞ്ഞ ദിവസം സ്ഥാനം ഷീജക്ക് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഞാൻ ക്ലിക്ക് അടിച്ചത്, ഇത് 8ാം സ്ഥാനത്താണ് ഉണ്ടായത്. ഇപ്പോൾ നോക്കുമ്പോഴേക്ക് എന്തായി, 7ാം സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ ഒരു സ്ഥാനം കൂടി. മനസ്സിലായില്ല? അങ്ങനെ 6ലേക്കെത്തും, 5ലേക്കെത്തും, 4ലേക്കെത്തും, അവിടെ മേലെ വരുമ്പോൾ ടോപ്പിലെത്തും. അപ്പോൾ 8 നിന്ന് ഇപ്പോൾ 7ലേക്ക് ഒരു സ്റ്റേജ് കയറുമ്പോഴേക്ക് അവർക്ക് ഗ്രീന് കിട്ടും. മനസ്സിലായില്ല? അങ്ങനെ രണ്ടും വട്ടം അവർക്ക് നാളെയും അടുത്ത ലൈവിലും അവർ കയറുകയാണ്. 7 നിന്ന് 6ലേക്ക് പോകണമെന്ന് വിചാരിക്കാം ഷീജ. അപ്പോൾ ഷീജക്ക് അടുത്ത ലൈവിൽ വരുമ്പോഴേക്ക്, അടുത്ത റിസൾട്ടിൽ വരുമ്പോഴേക്ക് പോസ്റ്റിൽ വരുമ്പോൾ അവൾ ഷീജ ഒരു എക്സ്ട്രാ പോയിൻ്റ് 3 പോയിൻ്റാണ് എക്സ്ട്രാ കൊടുക്കുന്നത്. അത് കിട്ടിയിരിക്കും. ഇതിവിടെ ഇന്നത്തെ ലൈവിൽ ഞാൻ ഇട്ടിട്ടില്ലായിരിക്കും, ആരും റിസൾട്ട് നോക്കിയിട്ടില്ല. ഇത്ര പേർക്ക്, ഷീജ, അതുപോലെ ഷബു, ഷഫീഖ്, അഫീജ, നെസി കിച്ചൻ, അഫീന, ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് ഗ്രീന് ഇനും കിട്ടുകയാണെങ്കിൽ, അതായത് 7ാമത്തെ ലൈവിൽ, ഇപ്പോൾ 6ാമത്തെ ലൈവ് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ളത്. ഇപ്പോൾ 7ാമത്തേൻ്റെ റിസൾട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അത് എഴുതിയതിന് ശേഷം ഞാൻ നോക്കും ഇവർ 2 പ്രാവശ്യം ഗ്രീൻ വരുന്നുണ്ട് അവർക്ക്. അപ്പോൾ 3 പോയിൻ്റ് വീതമാണ് എക്സ്ട്രാ ഐറ്റം കൊടുക്കുന്നത്. ഇവിടെ എക്സ്ട്രാ പോയിൻറ്റിൻ്റെ കോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ്ട്രാ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കുറച്ച് ആളുകൾക്ക്, 5 പേർക്ക് ഇവിടെ
കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നവർക്ക് ഇവിടെ ആ കുളത്തിൽ രേഖപ്പെടുത്തും. അതാണ് എക്സ്ട്രാ പോയിൻ്റ് കിട്ടുന്നത്, 3 പോയിൻ്റ് കിട്ടും. അപ്പോൾ കഴിഞ്ഞ റജീനക്ക് കിട്ടേണ്ടതായി, പക്ഷേ റജീന പിന്നെ ഈ ലൈവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് 15-ന്ന് 20-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റജീനക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. അതുപോലെ മുനീറിന് ചാൻസ് ഉണ്ടായിരുന്നു, മുനീറും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ മാജിക്ക് കിട്ടി, കണ്ടോ മാജിക്ക് അവിടെ യെല്ലോ കളർ ഇട്ടിട്ടുണ്ട്. പിന്നെ 13-10ലേക്ക് പോയതുകൊണ്ട് മാജിക്ക് അവിടെ ഒരു എക്സ്ട്രാ പോയിൻ്റ് 3 കൊടുത്തിട്ടുണ്ട്. ഇതാണ് പിന്നെ താഴെ നിന്ന് മേലോട്ട് വരാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴെയുള്ളവർക്കൊക്കെ മേലെ കയറി വരാൻ പറ്റും. 3 പോയിൻ്റാണ് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, എക്സ്ട്രാ പോയിൻ്റ് ലഭിക്കുന്നത് എല്ലാവർക്കും ലഭിക്കില്ല. 4-ാം സ്ഥാനം, അതായത് 1 മുതൽ 4 സ്ഥാനം വരെ എത്തിയവർക്ക് ആ എക്സ്ട്രാ പോയിൻ്റ് കിട്ടൂല. അതെല്ലാവരും മനസ്സിലാക്കുക. 4-ാം സ്ഥാനത്തുള്ളവർക്കും കിട്ടൂല, 3-ാം സ്ഥാനത്തുള്ളവർക്കും 2-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്തുള്ളവർക്ക് ഈ എക്സ്ട്രാ പോയിൻ്റ് കിട്ടൂല. അവർക്ക് സ്വന്തമായിട്ട് മറ്റ് ചാനൽ തന്നെ വന്നിട്ടുണ്ടെങ്കിലാണ് അവർ മുന്നിലോട്ട് പോവുക. പിന്നെ എക്സ്ട്രാ പോയിൻ്റിൽ കൂടി അവർക്ക് മുന്നേറാൻ പറ്റൂല. അവർ ഓൾറെഡി മുന്നിലുണ്ട്, അതുകൊണ്ടാണ് അവരെ എക്സ്ട്രാ പോയിൻ്റ് അവർക്ക് കൊടുക്കുക. അപ്പോൾ താഴെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുള്ളത്, ഒരു ഇളവ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് കയറാനുള്ളൊരു വഴിയാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. അതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. പോസ്റ്റ് മെയിനായിട്ട് നിങ്ങൾ നോക്കണം. പോസ്റ്റ് ഡെയിലി 1, 2, 3 പോസ്റ്റ് ഇടും, അതൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. വ്യൂസിൽ കാണിക്കുന്നുണ്ട്. ഓരോ വ്യൂസും നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഓരോ പോസ്റ്റിലും കാണാൻ പറ്റും. വ്യത്യസ്തമായ വ്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഓരോ ലൈവിനെ പറ്റി എത്ര വ്യൂസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്ത ലൈവിൽ എത്ര കിട്ടും, എത്ര ലൈവ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് വരുന്നവർക്ക് കറക്റ്റ് വ്യൂസ് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.